ഫ്രണ്ട്സ്, എന്നാൽ യൂട്യൂബിലായാലും ഇൻസ്റ്റയിലായാലും വീഡിയോ ഇടുമ്പോൾ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമല്ല, എല്ലാവരും പറയുന്ന ഒന്നാണ് ഇത് റിയൽ, അതായത് നമ്മൾ റീൽസിന് വേണ്ടിയിട്ട് ഇടുന്നതാണോ അല്ല ഇതാണോ നിങ്ങളെ റിയൽ ലൈഫ് എന്നുള്ളത്. അധികം ഫാമിലീസിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരല്. പക്ഷേ നമ്മൊരിക്കലും റീൽസിന് വേണ്ടിയിട്ട് വീഡിയോ ചെയ്തതല്ല, നമ്മുടെ ഡേ ഇൻ ലൈഫിൽ എന്താണ് നടക്കുന്നത് അത് നമ്മൾ വീഡിയോ ആയിട്ട് ഇട്ടതാണ്. ചിലവരെ സംശയം എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ റീൽസിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണോ സംഭവം. പക്ഷെ നമ്മൾ നാച്ചുറലി എന്നാണ് വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ട് തന്നെയാണ് പണിയൊക്കെ എടുക്കുക. എന്തുണ്ടെങ്കിലും അതൊരിക്കലും നമ്മൊരു റീൽസ് വേണ്ടി ചെയ്തതല്ല. അത് പിന്നെ നമ്മൾ വീഡിയോ കാണാൻ തുടങ്ങുമ്പോൾ നമ്മളെ ഈ റിയൽ ലൈഫ് നമുക്ക് റീൽസായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു ബാക്കിയുള്ളവർക്ക് ഇതല്ലേ മോട്ടിവേഷൻ അല്ലേ കൊണ്ട് അങ്ങനെ തുടങ്ങിയതാണ്. ഒരു രസത്തിന് വേണ്ടി ഇട്ടതാണ്. അപ്പോൾ അധികം ഇൻസ്റ്റയിലായാലും യൂട്യൂബിലായാലും ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ഷോർട്ടും വീഡിയോ ഒക്കെ കണ്ടിട്ടാകുമ്പോൾ. അതുകൊണ്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ സൺഡേ ആണ്, പുറത്ത് പോയി ഷോപ്പ് ചെയ്തതും അപ്പോൾ എന്തെങ്കിലും നമ്മൾ ചെറിയൊരു കുക്കിംഗ് ഉണ്ടാവും, ആ വീഡിയോ ഇടും. കുക്ക് ചെയ്യുന്നതും ഒന്നിച്ച് തന്നെയാണ്. അപ്പോൾ ആ ഒരു വീഡിയോസാണ്. അപ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞേ ഇല്ലു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് വേണ്ടുന്ന അത്യാവശ്യം സാധനങ്ങൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഫുഡ് ഉണ്ടാക്കണം. ഫുഡ് ഇന്നൊരു ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചു. ഫിഷ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഷോപ്രിക്സിലാന്ന് വന്നത്. അപ്പോൾ അവിടെ ഫിഷ് കൗണ്ടറിൽ പോയിട്ടാകുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ചെമ്മീൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 1 കിലോ ചെമ്മീൻ വാങ്ങിച്ചിട്ട് ചെമ്മീൻ ബിരിയാണി ആക്കാമെന്നൊരു ഇതാണ് ഉണ്ടായത്. അപ്പോൾ അവിടെ അവർ ക്ലീൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ആ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അമ്മ ഷോപ്രിക്സിൽ പോയിട്ട് വേണമെന്ന അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്, അതായത് വീട്ടിലേക്ക് വേണമെന്ന സാധനങ്ങളും പിന്നെ ബിരിയാണിക്ക് വേണമെന്ന കുറച്ച് അരിയും പിന്നെ മല്ലിയില അങ്ങനെ പുതിന അങ്ങനെ വേണമെന്ന കുറച്ച് വെജിറ്റബിൾസും വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അകത്ത് കയറി അങ്ങനെ ട്രോളി എടുത്ത് അതിലേക്ക് വേണമെന്ന സാധനങ്ങളൊക്കെ എടുത്തിടാൻ തുടങ്ങി. സാധനങ്ങളൊക്കെ വാങ്ങി ബില്ല് പേ ചെയ്ത് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. വരുന്ന വഴിയിലൊരു സോഡാലും കുടിച്ചു, നല്ല ചൂടായതുകൊണ്ട്. പിന്നെ അങ്ങനെ വീട്ടിലെത്തിയിട്ട് വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഒന്ന് സെഗ്രിഗേറ്റ് ചെയ്ത് അത് സെപ്പറേറ്റ് അതിൻ്റെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ ഏതായാലും എത്തുമ്പോൾ തന്നെ വൈകി. ഇനിയിപ്പോൾ ബിരിയാണി ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെ പരിപാടി നോക്കി. ബിരിയാണിക്ക് പ്രോൺസ് അവിടെ നിന്ന് ക്ലീൻ ചെയ്ത് തന്നിരുന്നെങ്കിലും അതിൻ്റെ ഷെല്ല് ഞാൻ വാങ്ങിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഷെല്ല് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങി അതിൻ്റെ സ്റ്റോക്ക് വെച്ചിട്ട് ബിരിയാണീൻ്റെ വെള്ളം അതിനോടാക്കാമെന്ന് വിചാരിച്ചു സ്റ്റോക്ക്. പിന്നെ ഇപ്പോൾ പ്രോൺസിൻ്റെ ആ സെൻറ്ററിലുള്ള ഒരു അടുക്കുണ്ടല്ലോ, ആ ഒരു നാര് പോലുള്ള അത് അവിടെ നിന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഇപ്പോൾ ഓരോന്നായിട്ട് എടുത്തിട്ട് അതും ക്ലീൻ ചെയ്തിട്ട് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചു. പിന്നെ അതിന് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അതൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. പിന്നെ സ്റ്റോക്കിന് ആവശ്യമുള്ള സ്പൈസസ് ഇട്ട് അതിലേക്ക് പ്രോൺസിൻ്റെ ഷെല്ലിട്ടിട്ട് സ്റ്റോക്ക് അവിടെ വെള്ളം തിളക്കാൻ വെച്ചു. ബിരിയാണി സിമ്പിളാണ്, അതായത് സെപ്പറേറ്റ് ലെയേഴ്സ് ഒന്നും ഇട്ടില്ല ബിരിയാണി അല്ല. ഓണിയൻസും പിന്നെ ഫ്രൈ ചെയ്ത ഓണിയൻ മാത്രം ഇട്ടിട്ട് കുക്കറിൽ തന്നെ എല്ലാം മസാലയും പ്രോൺസും ഒക്കെ മിക്സ് ചെയ്തിട്ട് ഇടുന്ന ടൈപ്പ്. അതാകുമ്പോൾ പിന്നെ മസാല സെപ്പറേറ്റ് ആക്കേണ്ട ആവശ്യമില്ല, മസാലയും ചോറൊക്കെ മിക്സായി നല്ല ഫ്ലേവറുകളായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളി കട്ട് ചെയ്തു.
അങ്ങനെ എണ്ണ ചൂടാകുമ്പോൾ ഉള്ളി ഫ്രൈ എന്ന് പറഞ്ഞാൽ നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്ന ക്രിസ്പി ആവുന്നവരെ തന്നെ വറുത്തെടുക്കണം. പിന്നെ ഉള്ളി വറുത്തെടുക്കുന്ന സമയം കൊണ്ട് ബാക്കി അരി കഴുകി പിന്നെ ടൊമാറ്റോ കട്ട് ചെയ്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതൊക്കെ ഉണ്ടാക്കി വെച്ച്, പേസ്റ്റെല്ലാം ജസ്റ്റ് ക്രഷ് ചെയ്ത പോലെ ആക്കി വെച്ചത്. എന്നിട്ട് കുക്കറിലേക്ക് നെയ്യ് വെച്ചിട്ട് അതിലേക്ക് ആദ്യം ടൊമാറ്റോ ഇട്ട് അത് വഴറ്റി, പിന്നെ അതിൽ ജിഞ്ചർ ഗാർലിക്ക് ആ മിക്സ് ഇട്ട് ഒന്ന് വഴറ്റി, അതിൽ തന്നെ നമ്മളെ ഓണിയൻ പൗഡറാക്കി വെച്ച് ഇത് വറുത്ത് ഊരി വെച്ചത് അതൊന്ന് ക്രഷ് ചെയ്ത് കൈയോടെ തന്നെ അതിട്ട്, പിന്നെ പൗഡേഴ്സ് അധികം ഇല്ല, ചില്ലി പൗഡർ ഒഴിവാക്കിയിട്ട് ടർമറിക്കും കൊറിയണ്ടറും പെപ്പറും ഗരം മസാലയും ഇത്ര മാത്രമാണ്. അത് വിട്ട് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് അവളൊന്ന് ചെയ്യുമ്പോൾ ഞാനൊന്ന് ചെയ്യും. അങ്ങനെ എന്തായാലും വൈകുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ കുക്കറിൽ ഇതൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് 2 വിസിലടിച്ചാൽ തന്നെ ബിരിയാണി റെഡിയാകും. ബാക്കി അതിലുള്ള റെസിപ്പീസ് കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു കൈയളവ് അത് ഓൾറെഡി വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റി എന്താ പറയുക, തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി എന്ന് പറയാം. അവർ മിക്സ് ചെയ്തിട്ടല്ല ഉണ്ടാക്കുക.
അങ്ങനെ ഏകദേശം ബിരിയാണിയൊക്കെ റെഡിയായി. അതിനുകൊണ്ടുന്നൊരു സലാഡ്, അത് പ്രോൺസ് ആയതുകൊണ്ട് തൈരിൻ്റെ സലാഡ് ഉണ്ടാക്കിയില്ല, പ്ലെയിൻ ഓണിയനും ടൊമാറ്റോ ഒക്കെ ഇട്ടുള്ള ക്യാരറ്റൊക്കെ ഇട്ട സലാഡ് ഉണ്ടാക്കി. പിന്നെ ഒരു പപ്പടം, നമ്മളെ നോർമൽ പപ്പടമല്ല, ലിജത്ത് പപ്പടം, അത് ജസ്റ്റ് ഒന്ന് ചുട്ടെടുക്കാൻ ചെയ്യുക. പിന്നെ അച്ചാറും അതും വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ നല്ല വിശപ്പായിരുന്നു. അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വിശപ്പ് ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ടേസ്റ്റ് കൂടും, നോർമലിയും ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ രണ്ടാളും ഷെയർ ഇട്ട് കഴിച്ച്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളൊരു ദിവസത്തെ വീഡിയോ. ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാ ദിവസവും ഉണ്ടാവുക. നമ്മളെ മെനു മാറുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്തൊക്കെയാണ് നമ്മളെ വീഡിയോസിലുള്ള കുറവുകളും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത്, നിങ്ങളുടെ പോസിറ്റീവായാലും നെഗറ്റീവായാലും ഒക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക് യു.